നമസ്കാരം സർ. നമ്മുടെ ഈ വഖഫ് ബില്ലിന്റെ വിഷയം വന്നപ്പോൾ മുതൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു വഖഫ് ബില്ലൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത്. എത്രത്തോളം ഇതിലൊരു യാഥാർത്ഥ്യമുണ്ട്? അല്ലെങ്കിൽ ബിജെപിക്കായാലും കോൺഗ്രസിനായാലും വഖഫ് ബില്ലിന്മേലുള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാധീനവും ഒക്കെ എത്ര കാലം ഇങ്ങനെ ചർച്ച ചെയ്യാൻ സാധിക്കും? അങ്ങനെ ഏറ്റവും ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാനങ്ങ് പറയാം. 370-ാം വകുപ്പ് കാശ്മീരിൽ എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് സംസാരിച്ച ഓർമ്മയുണ്ട്. വളരെ കൃത്യമായിട്ട് കാശ്മീരിൽ ആ സംഭവം എടുത്തു കളഞ്ഞ് ഇപ്പൊ കാശ്മീർ ബി.ജെ.പി പറയുന്ന രീതിയിൽ പോയല്ലോ. അപ്പൊ ഇവരാരേലും ഉദ്ദേശിച്ച ലൈനാണോ അവരന്ന് ഉപയോഗിച്ച്? അതുപോലെ തന്നെയുള്ളൂ വഖഫിന്റെ കാര്യത്തിൽ. വഖഫിന്റെ കാര്യത്തില് എന്റെ പ്രതിപക്ഷ നേതാവ് സാറേ, നിങ്ങൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇവിടെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. 2026 വരെ പറ്റിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിലുള്ള രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടോ? 2026 വരെ ഒരുപക്ഷെ ഈ പറ്റിക്കാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വഖഫ് നിയമത്തിനകത്ത് കേരളത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി തന്നെയാണ് വഖഫ് നിയമം ചെയ്തത്. കാരണം കേരളം അവരുടെ തലമണ്ടയിൽ ഉള്ളതാണ് ബി.ജെ.പിയുടെ. അതിനൊരു സാധ്യത ഇവിടുത്തെ മുനമ്പം വിഷയത്തിലൂടെ വന്നപ്പോൾ, മുനമ്പം വിഷയത്തിനകത്ത് ക്രിസ്ത്യാനികളും മത്സ്യത്തൊഴിലാളികളും ലാത്തിൻ കാത്തോലിക്സും അതിനകത്ത് അവർ കൂടുതൽ താല്പര്യമെടുത്തു. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ വിഷയം അവർ കൈകാര്യം ചെയ്യുന്നതിനകത്ത് വഖഫ് ഭേദഗതിക്കകത്ത് വലിയ ഗൗരവത്തിലാണ് ആ വിഷയം അവർ കൈകാര്യം ചെയ്തത്. അതായത് എല്ലാം ശരിയാ സാറേ, പഴയ നിയമം പുതിയ നിയമം വരുമ്പം ആ നിയമം വരുന്ന അന്ന് തൊട്ടാ പ്രാബല്യത്തിൽ വരുന്നത്. അതിനകത്തല്ല JPC-ക്കകത്ത് വന്നിട്ട് അതിനകത്ത് അവര് അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യാസം വരുത്തിയത് സാറ് കണ്ടായിരുന്നു. സെക്ഷൻ 2 എന്ന് പറയും. സെക്ഷൻ 2-നകത്ത് വ്യത്യാസം വരുത്തിയ സൊസൈറ്റി ആക്ട് അല്ലെങ്കിൽ ഈ ആതുര സേവന സംഘങ്ങൾ, അങ്ങനത്തുള്ള സംഘങ്ങളൊക്കെ അവര് വരുത്തിയതെന്ന് പറഞ്ഞാൽ ഈ അത് അതിനകത്ത് അവരുടെ കയ്യിലിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വഖഫ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് സൊസൈറ്റിയുടെ കീഴിൽ ഉള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമി വഖഫ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രവുമല്ല, ഇതിനകത്ത് കേസ് ഇപ്പോഴും ഫറൂഖ് കോളേജ് കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഭൂമി വഖഫ് അല്ലെന്ന് പറഞ്ഞിട്ട് കേസ് കോടതി നിലവിൽ നിൽക്കുമല്ലേ. അപ്പൊ പിന്നെ ആർക്കായിനി സംശയം? സെക്ഷൻ 2 പ്രകാരം മുമ്പായിരുന്നെങ്കിലും ഇനി ആയിരുന്നെങ്കിലും ഈ സൊസൈറ്റികൾ രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനങ്ങൾക്ക് വഖഫ് ചെയ്യാൻ അധികാരമില്ലെന്ന് പറയുമ്പോൾ ആ ഭൂമി അതേ രീതിയിൽ വരുന്നതാണ്. 1950-ലെങ്ങാണ്ട് സൊസൈറ്റി കൈമാറ്റം ചെയ്യുന്നതാണ്. അതിനു മുമ്പേ തന്നെ സൊസൈറ്റി ആക്ട്, അല്ലെങ്കിൽ ആ ഡേറ്റിനകത്തുള്ള തെറ്റേ ഉള്ളൂ. ഏതായാലും ഇവർ ഈ പറയുന്ന ഭൂമി ഫറൂഖ് കോളേജ് സൊസൈറ്റി ആക്ട് മുഖാന്തരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും മേടിച്ചിരിക്കുന്നത് ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നായതുകൊണ്ടും യാതൊരു കാരണവശാലും മുൻകാല പ്രാബല്യത്തോടു കൂടി, അല്ലെങ്കിൽ നേരത്തെ വഖഫ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ വഖഫ് ക്ലെയിം ചെയ്ത ഭൂമിയാണെങ്കിൽ പോലും അത് യാതൊരു കാരണവശാലും വഖഫിൻ്റെതാകത്തില്ല. അങ്ങനെയാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കിരൺ റിജ്ജു എന്ന് പറയുന്ന മന്ത്രി രാജ്യസഭയിലും ലോകസഭയിലും വഖഫിന്റെ കാര്യം വലിയ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. മുനമ്പം 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 എന്ന് എത്ര വട്ടം പറഞ്ഞത്? മുനമ്പം എന്ന് അവർക്ക് പറയണ്ടല്ലോ. ഇതിനകത്ത് ഒളിച്ചു കടത്തൽ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും സാധിക്കത്തില്ലെങ്കിൽ മൊത്തത്തിൽ വഖഫ് നിയമം പാസ്സാക്കി നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതിയല്ലോ. മുനമ്പം 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 എന്ന് പറഞ്ഞ് കിരൺ റിജ്ജു പറയണമെങ്കിൽ കിരൺ റിജ്ജു അതിനകത്ത് താല്പര്യമെടുത്തതും മുനമ്പം വിഷയത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത താല്പര്യവും വലിയ വലിപ്പത്തിൽ അവർ എടുത്തു കാണിച്ച്, നിങ്ങൾ എടുക്കുന്നത് പോലെ രാഷ്ട്രീയ ലാഭം കൂടി അതിനകത്തുനിന്ന് എടുക്കുന്നതിന് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രചരണത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് മാനസികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ടേ ICU-ലാണ്. പുള്ളിയുടെ മുഖം കണ്ടാൽ അറിയാം. കാരണം രക്തം വാർന്ന് പോയ ഒരു മനുഷ്യന്റെ മുഖമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ വെപ്രാളം പിടിച്ച് പറയാം. കാരണം പുള്ളിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയൊക്കെ ആവാൻ മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നവരാണ്. അതൊക്കെ നല്ല കാര്യം. രാഷ്ട്രീയക്കാരനൊക്കെ അതിനകത്തുള്ള ആഗ്രഹങ്ങളൊക്കെ നാളെ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ജോത്സ്യനും ഒന്നുമല്ല. ഏതായാലും അതിനകത്ത് തടസ്സം വരുന്ന ഒരു രീതിയിലേക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് ഇതുവരെ കിട്ടാതിരുന്നാൽ അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഇദ്ദേഹത്തിന് വിഷമം വരും. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ സൂര്യനെ പോലെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് ഏതാണ്ട് കരണ്ട് പോയ ഒരു അവസ്ഥയാണ് കാണുന്നത്, അല്ലെങ്കിൽ രക്തം വാർന്നു പോയ
അവസ്ഥയാകണം. അന്നേരമാണ് ഇദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ സമനില തെറ്റി സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മുനമ്പത്ത് ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ കൊണ്ട്, ആ ചാനലിനകത്ത് ഇതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ, ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തുകാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ലെന്ന്. ആ പെണ്ണ് പറഞ്ഞത് എന്താണെന്നറിയാം? അവരാണ് അവിടുത്തെ സമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് ഈ സമരത്തിനകത്ത് സുരേഷ് ഗോപി അവിടെ എത്തിച്ചതൊക്കെ. അവരുടെ പേര് എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല അവരുടെ പേര്. എന്തായാലും അവരുടെ പേര് അവർ പരസ്യമായിട്ട് ന്യൂസ് 18 എടുത്ത് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് ഇങ്ങ് വരാൻ പറ, പ്രതിപക്ഷ നേതാവ് ഇങ്ങ് വരാൻ പറ, നിയമം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം സെക്ഷൻ 2 എന്താണ് വഖഫിനകത്ത് ടൂവിനകത്തൂടെ വഖഫിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലച്ചന്മാരുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, അതിനകത്ത് വളരെ കൃത്യതയോട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് നിയമത്തിനകത്ത് ആശങ്കയുണ്ടെങ്കിൽ ഇവിടുത്തെ മുനമ്പൻകാർക്ക് ആശങ്കയില്ല. അതായത് വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വസ്തുവിനകത്ത് വഖഫിന്റെ ആധിപത്യം അതിനകത്തുനിന്ന് പോകും, അല്ലെങ്കിൽ വഖഫ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമി വഖഫിൻ്റെതല്ലാതാകും എന്നുള്ള കാര്യത്തിൽ മുനമ്പത്തുകാർക്ക് ആശങ്കയില്ല. പ്രതിപക്ഷ നേതാവിന് ആശങ്കയുണ്ടെങ്കിൽ ഈ നിയമത്തിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പള്ളിയിലച്ചന്മാരിട്ടിരിക്കുന്ന യൂട്യൂബുകളുണ്ട്, ഇതിനെ വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് അത് പരിശോധിച്ചാൽ മതി എന്ന് ആ സ്ത്രീ പൊതുമാധ്യമത്തിൽ അല്ലെങ്കിൽ ന്യൂസ് 18 പോലെയുള്ള ചാനലിൽ പറയുന്നത് നമ്മൾ കണ്ട. പിന്നെയും ഈ പഹയൻ അവിടെ എവിടെയൊക്കെ ചെയ്യുന്നത് വഖഫ് വഖഫ് എന്ന് പറയുന്നത് എന്തിന്? നിങ്ങൾ അതിനകത്ത് നിന്ന് തടിയൂരുക. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം തൊട്ടേ അവരെ കബളിപ്പിക്കാനാണ് നിന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോഴും അതിനകത്തു നിന്ന് നിങ്ങൾ ഇതേ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ജനത്തിനെ ഒന്നും പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഇങ്ങ് വന്നിട്ട് ഈ നിയമം എങ്ങനെയാ ഇപ്പൊ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് അവരെ പഠിപ്പിച്ചു, നിങ്ങൾ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. സഭാ മേലധ്യക്ഷന്മാർ ഇതിനകത്ത് ഈ പ്രശ്നം വന്നപ്പോൾ ഇവർ സംസാരിക്കാൻ ഇടതുപക്ഷത്തിന്റെ അടുത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ കോൺഗ്രസിന്റെ അടുത്തും ഒക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ശരിയാക്കി തരാം 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, നമുക്ക് വെളിയിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് BJP ചെന്ന് സംസാരിച്ചു. അല്ലെങ്കിൽ വിവരമുള്ളവർ പള്ളിയിൽ അച്ഛന്മാരെടുത്ത് പറഞ്ഞു, ഈ പാവത്തങ്ങളെ ഇനിയും പറ്റിക്കാൻ അനുവദിക്കരുത്. വഖഫ് ഏറ്റെടുത്ത ഭൂമിയാണെങ്കിൽ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനകത്ത് സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ സാധിക്കാത്ത നിയമമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇവിടുത്തെ ഒരു ഗവൺമെന്റിനും ഒരു സമുദായത്തിനും ഒരു വഖഫിനും വൺസ് വഖഫ് ആൾവേസ് വഖഫ് എന്ന നിയമം കിടക്കുമ്പോൾ അതിനെ മറികടക്കാൻ സാധിക്കത്തില്ല. ഇവരെ പറ്റിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വീണ്ടും ഇവരെ അവരുടെ ഭാഗമായിട്ട് നിർത്തുന്നതിന് വേണ്ടി ആണ് എന്ന് പറഞ്ഞ് ഈ സമുദായ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തുകയും അവരിതിനെപ്പറ്റി പഠിക്കുകയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് ഇതിന്റെ കാര്യങ്ങളും കാരണങ്ങളും എന്താണ് സംഭവിച്ചത്, ഇനി അതിന് മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ വഖഫ് നിയമ ഭേദഗതി അല്ലാതെ മാർഗമില്ലെന്ന് കണ്ടു. അപ്പോഴാ പിടിച്ചേക്കുന്ന മുൻകാല പ്രാബല്യം. മുനമ്പത്തെ കാര്യം മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ നടക്കത്തില്ലെന്നുള്ള കാര്യം അവിടെ ചെന്ന് ഈ ഇത് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുള്ള BJPക്ക് അറിയത്തില്ല ചേട്ടാ. BJP നിങ്ങളെക്കാട്ടിലൊക്കെ വലിയ മിടുക്കന്മാരായിട്ടില്ലയോ? നിങ്ങൾ 50 കൊല്ലം ഭരിച്ച ഇടത്ത് നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ പോയി ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം പോയി, ഓരോ സംസ്ഥാനവും പോകുന്നു, കേരളവും പോകാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നത്. അതുകൊണ്ട് അവർക്കറിയാമല്ലോ, നിങ്ങൾ കോടതിയിൽ പോകുന്ന അവർക്കറിയാം, നിങ്ങൾ ഈ മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങുമെന്ന് അവർക്കറിയാം. അപ്പം അവര് പറ്റിക്കാൻ നിൽക്കുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരൊരു കാര്യം ചെയ്താൽ ആ കാര്യം പറയുന്നത് പോലെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടായിരിക്കും കേരളത്തിന് പുറത്ത് ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ഭരണത്തിൽ BJPക്ക് വരാൻ സാധിക്കുന്നത്. നിങ്ങൾ കബളിപ്പിരികാരാ, നിങ്ങൾ ഇപ്പോഴും കബളിപ്പിക്കാൻ നോക്കുക. നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല അവിടെ, നിങ്ങൾക്ക് ഇനി മുനമ്പത്ത് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പം വെളിയിൽ നിന്ന് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ കൺഫ്യൂഷൻ അടിപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം ഇത് മുനമ്പത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലായി. അപ്പൊ അതും നടക്കുമെന്ന് തോന്നില്ല. കാരണം ഇപ്പം ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കാലം നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. നിങ്ങളുടെ വാക്കുകളെല്ലാം പറ്റീരിന്റെയും അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ICUവിൽ കിടക്കുന്ന, മാനസികമായിട്ട് ICUവിൽ കിടക്കുന്ന പ്രതിപക്ഷ നേതാവെ നിങ്ങൾ നേര് പറഞ്ഞ് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് നാളെ കാലത്തെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ആ രീതിയിലേക്കുള്ള ഒരു പ്രചരണവും അതിനുള്ള തയ്യാറെടുപ്പും ഒക്കെ നടത്തുക. ഏതായാലും മുനമ്പത്തെ പിടിച്ച പിടി, പുലിയുടെ വാലെ പിടിച്ചവരെ നിങ്ങൾക്ക് വിട്ടിട്ട് പോരാനും പറ്റത്തില്ല. വിട്ടാല് വാലേന്ന് വിട്ടാ പുലി കടിച്ചു കൊല്ലും, വാലേന്ന് വിട്ടില്ല വീട്ടിൽ പോകാനും ഒക്കത്തില്ല. ആ അവസ്ഥയാ പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഒക്കെ പറ്റിയിരിക്കുന്നത്. ഏതായാലും പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുനമ്പത്തെ സാധാരണ ജനം പോലും പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചതായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി നമ്മൾക്ക് മനസ്സിലാവുന്നത്. യെസ്, പ്രതിപക്ഷ പാർട്ടികൾ എടുത്ത ഒരു നിലപാട് കാരണം അവർക്ക് മുൻപത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ പോലും സാധിക്കുന്നില്ല. അവിടെയുള്ള ജനങ്ങളെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക്. വ്യക്തമായിട്ട് സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.